അല്ല മോനെ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? നീ പറയും മോനെ. ഇക്ക, എന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഞാൻ കാരണമാണ് ഇവിടുത്തെ ഗ്രാമസേവിക ആത്മഹത്യ ചെയ്തതെന്ന്. നീ എവിടെയാ താമസിക്കുന്നത്? ഗിരിജയുടെ വീട്ടിൽ. ഗിരിജയുടെ വീട്ടിലോ? അപ്പോ ഗിരിജയുടെ അമ്മാവന്റെ? അതെ, അമ്മാവന്റെ മകൻ തന്നെ. ഓ, അത് ശരി. ഈ ഒരു കാര്യം ചെയ്യും, ഈ നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. പറയുവോ? പറയാം. എന്നാ വാ. എവിടെ സൂറ? പാപ്പ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. എന്താ കാര്യം? ആ പാവൻ രാജുവേട്ടനെ പോലീസ് പിടിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ അംബികയെ കൊന്നത് രാജുവേട്ടനല്ലെന്ന് പാപ്പ ഉറപ്പിച്ചു പറയുന്നു. ആ ദിവസം രാത്രി കൊക്കയുടെ അടുത്ത് പാപ്പ എസ്റ്റേറ്റ് ജീപ്പ് കണ്ടതാണ്. കൊക്കയിലേക്ക് എന്തോ വീടുന്ന ശബ്ദവും കേട്ടതാണ്. മൊയ്തീൻക്ക് അത് പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണോ? അതെ ചേച്ചി. പക്ഷേ ബാപ്പ അത് പറഞ്ഞതുകൊണ്ട് മാത്രം കുറ്റം ചെയ്തത് ആരാണെന്ന് തെളിയില്ലല്ലോ. സംഭവം നേരിൽ കണ്ട ആരെങ്കിലും വേണ്ടേ? ഈ ഞൊണ്ടിപ്പെണ്ണിന് ജീവൻ തന്ന മനുഷ്യനാണ് രാജുവേട്ടൻ. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരാൾക്ക് ഒരു പെണ്ണിനെ കൊല്ലാൻ പറ്റുമോ? രാജുവേട്ടന് എന്തെങ്കിലും പറ്റിയാൽ മനസ്സമാധാനത്തോടെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കരയാതെ സുഹൃത, എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ പോട്ടെ. ഇത്രയും കാര്യങ്ങള് നമ്മള് കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങളുടെ അറിവിൽ എസ്റ്റേറ്റിൽ ആർക്കെങ്കിലും അമ്പികയുടെ വിരോധമുണ്ടായിട്ടാണ്? സാഹചര്യത്തിൽ പോലും തന്നെ വ്യക്തമില്ലാത്തൊരവസ്ഥയിലാണ്. ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പം കൊലപാതകയെ കണ്ടെത്താമായിരുന്നു. നമസ്കാരം മാനെ. ഒന്നതാരാന്ന് എനിക്കറിയാം മാനെ. നിങ്ങളെ? എന്റെ പേര് ഗോപാലൻ. ഞാൻ എസ്റ്റേറ്റ് ബംഗ്ലാവിലെ വാച്ച്മാനാ. ഇതെന്റെ ഭാര്യ ജാനകി. നമസ്കാരം. നമസ്കാരം. കൊന്നതാരാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഈശ്വര സാക്ഷിയായിട്ട് പറയാണ് ഏമാനെ. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങൾ എന്താ കണ്ടത്? ബലം പ്രയോഗിച്ച് മുതലാളി ആ കുട്ടിയെ നശിപ്പിച്ച ശേഷം കുട്ടിയോട് കുത്തിക്കൊന്ന്, എന്നിട്ട് എസ്റ്റേറ്റ് ജീപ്പിലിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത്. ഞാനല്ലേ ഗേറ്റ് തുറന്നു കൊടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടിയുടെ വയറ്റിൽ കുട്ടിച്ചിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെ ഏമാനെ ഞാനും പറഞ്ഞത്. ആട്ടെ, നിങ്ങൾ ഈ സംഭവം നേരിട്ട് കാണാൻ എന്താ കാരണം? ഏമാനെ, മുതലാളി വല്ലപ്പോഴൊക്കെ നിങ്ങളെ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. ഒരു തമാശയ്ക്ക് മുതലാളിയുടെ അഭ്യാസങ്ങൾ കാണാൻ ഞാൻ ജനാലിനുള്ളിൽ കൂടെ എത്തി നോക്കാറുണ്ട്. അങ്ങനെയാണ് ഈ സംഭവം ഞാൻ കണ്ടത്. നിങ്ങൾ ദുഃഖം ചെയ്തുകൊണ്ട് എനിക്കവർ പിടികൂടാമെന്നാണ് തോന്നുന്നത്. ഏതായാലും കോടതിയിൽ തന്നെ ഓ ഓ ഞാൻ പറയും. ഓ ഓ ഓ നടക്കടി. എങ്ങോട്ടാ രാമു ഇത്ര അത്യാവശ്യമായിട്ട്? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. എന്തു പറ്റി? രാജു ഒളിവിലാണ്. ഒരാഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞാൻ ഇന്ന് തന്നെ നിറവേറ്റും. ആ പുറത്തിരിക്കുന്ന ജീപ്പില്ലേ, അന്ന് പോയി പരിശോധിച്ചു വരും. വല്ല തെളിവുകളും കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻസ്പെക്ടർ, എല്ലാ വാതിലും അടച്ചേക്കൂ. ഒരുത്തന്നെ രക്ഷപ്പെടാൻ പാടില്ല. കമോൺ. ഹലോ ഇൻസ്പെക്ടർ, എന്താ വഴിയില്ലാതെ? കുടിക്കാനല്ല ഞാൻ വന്നത്, ജോൺ തോമസിനെ വിളിക്കാനാണ്. മനസ്സിലായില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. Me? All right, all right. അതേടി, നിന്നെ തന്നെയാണ് കാത്തുനിന്നത്.
ഗിരിജേ, രാജേട്ടാ, 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 അയ്യോ രാജേട്ടാ, രാജേട്ടാ.